എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തേങ്ങ ചേർക്കാതെ എങ്ങനെ അപ്പം ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ അപ്പം ഉണ്ടാക്കി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. തേങ്ങ ചേർത്തില്ലെങ്കിലും തേങ്ങ ചേർത്തില്ലെന്ന് കഴിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകില്ല. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി 2 കപ്പ് പച്ചരി ഇവിടെ കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇഡ്ഡലി ഉണ്ടാക്കുന്ന സാധാരണ റൈസാണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഈ അരി മിക്സിയിലേക്ക് മാറ്റിയൊന്ന് അരച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അരിയുടെ മുകളിലായിട്ട് വെള്ളം വരാത്ത രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അരി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ അളവിലുള്ള കപ്പിൽ തന്നെയാണ് 2 കപ്പ് അരിയും അളന്നെടുത്തത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരളവിൽ 10 അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഈസ്റ്റാണ്. ഇവിടെ 1/4 ടീസ്പൂൺ അളവുള്ള 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഈസ്റ്റ് എടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആക്റ്റീവ് ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 1 സ്പൂൺ നിറച്ച് ഈസ്റ്റ് എടുക്കാം. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ കുറച്ച് ഈസ്റ്റേ ചേർത്തുള്ളൂ. ഇതൊരു 10 മണിക്കൂറിന് ശേഷമാണ് പുളിച്ചത്. ഞാൻ ഈ കാണിക്കുന്ന 1/4 ടീസ്പൂൺ അളവും ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് പുളിച്ചു വരും. നിങ്ങൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവ് ഈസ്റ്റ് ചേർക്കണം. എങ്കിൽ മാത്രമേ 8 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. വളരെ കുറച്ച് അളവുള്ളതുകൊണ്ട് ഞാനിതൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഒന്ന് മിക്സ് ചെയ്യുന്നത്. കൂടുതൽ അളവുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിനിയൊന്ന് അടച്ചു വെക്കാം. ഈസ്റ്റ് കുറച്ച് ചേർത്തതുകൊണ്ട് ഇതൊരു 10 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പത്തിൻ്റെ കൂട്ടിവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പത്തിനുള്ള മാവ് റെഡിയായിട്ടുണ്ട്. ഇനി അപ്പം ചുട്ടു തുടങ്ങാം. അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പച്ചട്ടിക്ക് എപ്പോഴും ഒരുപാട് ചൂട് കൂടിപ്പോകാതിരിക്കാനും കുറഞ്ഞു പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ചൂട് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പം സോഫ്റ്റ് ആകാതെ വരും. ചൂട് വല്ലാതെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ മാവ് അപ്പച്ചട്ടിയിൽ പിടിക്കാതെ ഇളകിപ്പോരും. അപ്പം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പം റെഡിയായോ എന്നറിയാൻ വേണ്ടി ഈ അപ്പത്തിൻ്റെ നടുഭാഗത്തൊന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ ചേർത്തുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ അത്രയും ടേസ്റ്റ് ഈ അപ്പത്തിന് പ്രതീക്ഷിക്കേണ്ട. കഴിക്കുന്ന സമയത്ത് കുറച്ച് ടേസ്റ്റ് കുറവ് തോന്നിയാലും ഇതിൻ്റെ അകത്ത് തേങ്ങ ചേർത്തില്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. തേങ്ങ ചേർക്കാതെ അപ്പം ഉണ്ടാക്കണമെന്നുള്ളവർക്ക് ഈ രീതി ധൈര്യമായിട്ട് പരീക്ഷിക്കാം. സോഫ്റ്റ് ആയിട്ട് വേണ്ടവർക്ക് ആ ഒരു രീതിയിലും ക്രിസ്പി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ 2 രീതിയിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ.